വളരെ പുതിയ രോഗങ്ങളുടെ ഒരു കെണിയിലാണ് നാം ജീവിക്കുന്നത്. MR എന്നത് മാറി ADHD, attention deficit disorder, attention deficit and hyperactivity disorder. പിന്നെ ഇപ്പോഴത്തെ ഒരു രോഗം, ഇപ്പോൾ ഡൽഹിയെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു, നേച്ചർ ഡെഫിസിറ്റ് ഡിസോർഡർ, പ്രകൃതി ശൂന്യതയുടെ രോഗം. ഏതാണ്ട് ആ രോഗം കാട്ടുതീ പോലെ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി നഷ്ടപ്പെടുന്ന മനുഷ്യൻ. ഈ ഓട്ടിസം കുട്ടികളിൽ അതിഭീകരമായി വ്യാപിക്കുന്നുണ്ട്. അത് വാക്സിൻ ദുരന്തമാണ് എന്നുള്ള വാദവും അല്ല എന്നുള്ള ഒഫീഷ്യൽ നിലപാടുകളും തമ്മിൽ ലോകത്ത് വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ധാരാളം ഓട്ടിസ്റ്റിക് കുട്ടികൾ വരാറുണ്ട്. ഈ കുട്ടികളെ കാടിൻ്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുപോയാൽ വലിയ ശാന്തതയിലേക്ക് കുട്ടികൾ വരും. മരങ്ങളുടെ ഇടയിലായിരിക്കുമ്പോൾ ഈ കുട്ടികൾ വളരെ ശാന്തരാകുന്നു. ഒരു തരത്തിലും അടക്കി നിർത്താൻ കഴിയാത്ത ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറുള്ള കുട്ടികളൊക്കെ മരങ്ങൾക്കിടയിൽ. ഇവിടെ നമ്മൾ വളരെ നീണ്ട ഒരു പരിപാടിയിലാണ്. വളരെ ഹൃദ്യമായ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിച്ചു. ഒരു ഭയപ്പാടിലാണ് നമ്മൾ, വലിയ ഭയത്തിലാണ്. തീരുമാനമായോ എന്താ ചെയ്യാൻ പോകുന്നത്? പേടിയാണ് നമ്മൾ. ആയിട്ടുണ്ടോ ഇല്ല? ആയിട്ടുണ്ട്, തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഈ ആഗ്രഹം പറഞ്ഞത് കൊണ്ട്, നമ്മുടെ നിലപാട് പറഞ്ഞത് കൊണ്ട്, ചികിത്സാർ പറഞ്ഞ പോലെ ശാസ്ത്രീയമായി തന്നെ റിപ്പോർട്ട് വന്നാലും നടക്കുമോ? ഈ ഒരു ഭയത്തിലാണ് നമ്മൾ. ഈ ഒരു ഭയം ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഭയമാണ്. ഞാൻ കുറച്ച് നാൾ പ്രകൃതി ക്യാമ്പുകൾ നടത്താൻ സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ജനാധിപത്യത്തെക്കുറിച്ച് പഠിക്കാനുള്ളൊരു സമയം. ഒരു ഷോപ്പിംഗ് മാൾ പണിയണം, കുറച്ച് നിബന്ധനകളുണ്ട്. ലുലു മോളിലാണെങ്കിൽ അതൊന്നും ബാധകമല്ല. ഹൈവേയുടെ ഓരത്തും ഒന്ന് പണിത് വെക്കാൻ സാധിക്കും. എറണാകുളത്ത് അങ്ങനെയായിരിക്കുന്നത്. കംപ്ലീറ്റ് നിയമം ലഭിച്ചാൽ. പക്ഷെ നിയമം മുഴുവൻ പാലിച്ചുകൊണ്ട് ഒരാളൊരു പ്രപ്പോസൽ വെച്ചാൽ അതിനാർക്കായിട്ട് എതിർക്കാൻ സാധിക്കുക നടക്കും. നമ്മുടെ നാട്ടിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കില്ല. ആ പ്രദേശത്തുള്ള 40% ആളുകൾ ഇവിടെ ഇങ്ങനെ ഒരു മോളിൻ്റെ ആവശ്യമില്ല എന്ന് റഫറണ്ടത്തിൽ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പണിയാൻ പറ്റില്ല. ഇനി സർക്കാർ തന്നെ ഒരു പാലം പണിയാൻ നേരത്ത് അപ്പുറത്തും ഇപ്പുറത്തും കരകളുള്ള ഒരു രീതിയിൽ കൂടെ ഒരു പാലം വേണ്ട എന്ന് പറഞ്ഞാൽ നടക്കില്ല. യൂറോപ്യൻ യൂണിയനിൽ ചേരണമോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം മറ്റൊരു രാജ്യത്തെയും ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നില്ല. ഇറ്റലിയും അപ്പുറത്തുള്ള രാജ്യങ്ങൾ, ജർമ്മനി എല്ലാം ചേർന്നു. പക്ഷെ സ്വിറ്റ്സർലാൻഡിലെ സംഘടനകൾ അവർ 1,00,000 പേര് കൂടുതൽ ഒപ്പിട്ട് ഒരു നിവേദനം കൊടുത്തു. ഇതിനെക്കുറിച്ച് റഫറണ്ടം വേണം. സർക്കാരിന് ജനഹിത പരിശോധന നടത്തിയേ തീരു, വേറെ വഴിയില്ല. ചേരണ്ട എന്ന് ജനങ്ങൾ വോട്ട് ചെയ്തു, ചേരാൻ പറ്റിയില്ല. പിന്നെ 1 കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും പ്രചരണം നടത്തി റഫറണ്ടം നടത്താം. 4 പ്രാവശ്യം സർക്കാർ ശ്രമിച്ചു. 4 പ്രാവശ്യവും ജനങ്ങൾ വിധി എഴുതി വേണ്ട. ചെർണോബിൽ ആണവ ദുരന്തം ഉണ്ടായപ്പോൾ വീണ്ടും റഫറണ്ടത്തിനുള്ള ആവശ്യം ഉയർന്നു. 5 ആണവ റിയാക്ടറുകൾ അവിടെ ആക്റ്റീവായിട്ടുണ്ട്. അതിൽ നിന്നാണ് വേറെ ജലവൈദ്യുത പദ്ധതിയൊന്നും അവിടെ ഇല്ല. പക്ഷെ ജനങ്ങൾ വിധി എഴുതി നമുക്ക് ആറ്റോമിക് റിയാക്ടർ സ്റ്റേഷൻ വേണ്ട. 2025 ആദ്യത്തേത് പൊളിക്കും. റോഡിൻ്റെ വശങ്ങളിലെല്ലാം സോളാർ പാനലുകൾ നിരത്തി മറ്റ് വഴികൾ സർക്കാർ എപ്പോഴേ തുടങ്ങി. വേറെ നോക്കിയില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുത്തത്? ആരാണ് ഈ തീരുമാനം എടുക്കുന്നത്? നമ്മളെ ഭരിക്കുന്നവരാണ്. ഏകാധിപത്യ രാജ്യത്ത് ഏകാധിപതി തീരുമാനിക്കും. ജനപ്രതിനിധി ആധിപത്യമുള്ള രാജ്യത്ത് ജനപ്രതിനിധി തീരുമാനിക്കും. പാർട്ടി ആധിപത്യമുള്ള രാജ്യത്ത് പാർട്ടി തീരുമാനിക്കും. ജനാധിപത്യമുള്ള രാജ്യത്ത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്.
പക്ഷെ നമ്മളിവിടെ സമരം ചെയ്യേണ്ടവരായി മാറുന്ന ഗതികേടാണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ട് ശാസ്ത്രീയവും വേണ്ട, ജനഹിതം എന്നതാണ് വാസ്തവത്തിൽ ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ടത്. അതും നടക്കില്ല. ശാസ്ത്രീയമായ പിന്തുണ ഉണ്ടെങ്കിൽ അതുപോലും നടക്കില്ല എന്നുള്ള ഗതികേടിൽ നമ്മളൊക്കെ ഭയാശങ്കയിലാണ്. ഞാൻ പെട്ടെന്ന് ഈ തൃശ്ശൂർ മൃഗശാലയുമായിട്ട് എനിക്കൊരു ബന്ധത്തെക്കുറിച്ചൊന്ന് പറയാം. ക്ലാസ് കട്ട് ചെയ്ത് രാവിലെയുള്ള ഒരു ബസ്സിന് വൈപ്പിനിൽ നിന്ന് കൊടുങ്ങല്ലൂർ വന്ന് കടത്ത് കിടന്ന് പിന്നെ ഇപ്പുറത്ത് ഇറങ്ങി കാണാൻ വേണ്ടി ST അടിക്കാറ് പുസ്തകം നിന്നൊന്നും ഉണ്ടായാൽ മതി. ഉച്ച കഴിഞ്ഞ് വൈകിട്ടാകുമ്പോൾ തിരിച്ച് ഓടും. ക്ലാസ്സിൽ പോയെന്ന് അറിയിച്ചുകൊണ്ട് വേണം വീട്ടിലെത്താനായിട്ട്. രണ്ടാമത്തെ ഒരു പ്രാവശ്യം എൻ്റെ കുറച്ച് കൂട്ടുകാരെയും കൂട്ടി പോന്നു. ക്ലാസ് കട്ട് ചെയ്ത് തന്നെയാണ്. കൊടുങ്ങല്ലൂരിൽ എത്തുമ്പോൾ ബസ് പണികളൊക്കെ അങ്ങോട്ട് ഓടുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഓടേണ്ടതായി തോന്നി. എങ്ങനെയെങ്കിലും ഇരുടാകുന്നതിന് മുമ്പ് വീട്ടിലെത്താൻ. അതൊന്നും നടക്കുന്ന കാര്യമില്ല. അവിടെ 30 കിലോമീറ്റർ പോയാലും അപ്പുറത്തേക്ക് ഫെറി കടന്ന് പോകാൻ സാധിക്കാത്ത അന്ന് അത്യാവശ്യങ്ങൾ അറിയുന്നുണ്ട്. ഇങ്ങനെ ചില ഓർമ്മകൾ അവിടെയുണ്ട്. വൈപ്പിനിൽ ഞങ്ങൾ നടത്തിയ സമരം കുടിവെള്ളമില്ല. നഗരം മുഴുവൻ ഊറ്റിയെടുത്ത് ബാക്കിയുള്ള വെള്ളം ഉണ്ടെങ്കിൽ മാത്രം വൈപ്പിനിലേക്ക് വന്നിരുന്ന ഒരു കാലം. വളരെ രൂക്ഷമായ സമരങ്ങൾ പലതും നടന്നു. എല്ലാം പരാജയപ്പെടുമ്പോൾ ഞങ്ങൾ സമരത്തിനായി. ഞങ്ങൾ എല്ലാവരും പഞ്ചായത്തിൻ്റെ മുമ്പിൽ സമരം ചെയ്യുന്നു. കാലിക്കുടവുമായിട്ട് കളക്ട്രേറ്റിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നു. ഞങ്ങൾ സമരം ചെയ്യുന്നത് പഞ്ചായത്തിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു. ഞങ്ങളുടെ മുദ്രാവാക്യം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി കഠിന സമരത്തിനിറങ്ങണം, പറ്റില്ലെങ്കിൽ രാജിവെക്കണം. വഴിയിലിറങ്ങി നടക്കാൻ വയ്യാത്ത ഒരവസ്ഥ ജനപ്രതിനിധികൾക്കുണ്ടാകും. താടിക്ക് തട്ടിയിട്ട് പറ്റില്ലെങ്കിൽ രാജിവെച്ചോ എന്ന് സാധാരണക്കാർ പറയുന്ന ഒരു അവസ്ഥ വന്നതിനെ തുടർന്ന് ഡേവിഡ് പിൻഹേർ എന്ന് പറയുന്ന MLA, ബാബു MLA, 2 MLA സഹിതം ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർമാർ എല്ലാവരും കൂടെ അനിശ്ചിതകാല ഉപവാസം തുടങ്ങേണ്ട അവസ്ഥ വന്നു. ഞങ്ങളുടെ ധോണി പറമ്പിലൊക്കെ അതിന് 5 ദിവസം മുമ്പ് ഉപവാസം തുടങ്ങിയിരുന്നു. അതിശക്തമായ സമരം അപ്പുറമായിട്ട് നടന്നു. ഈ MLA-മാർ 2 പേര് ഇരിക്കുന്നു, പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികൾ പ്രവർത്തിച്ചിരിക്കുന്നു. വേറെ വഴിയില്ലാതെയാണ് വെള്ളം വന്നു വയ്ക്കുന്നത്. ഈ ജനപ്രതിനിധികളെ നമ്മൾ എന്തിന് അവരുടെ നേരെ നമ്മൾ സമരം ചെയ്യണോ? കോർപ്പറേഷനെ മുമ്പിൽ പോയി നമ്മൾ സമരം ചെയ്യണോ? കോർപ്പറേഷനെ വരച്ച വരയിൽ നിർത്തി സമരം ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജനാധിപത്യത്തിലേക്ക് ഒരു ചുവടുകൂടെ വയ്ക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇത്തരം സമരങ്ങൾ അത്തരത്തിലുള്ള മുന്നേറ്റങ്ങളായിട്ട് ജനാധിപത്യത്തിൻ്റെ മുന്നേറ്റങ്ങൾ കൂടിയായി നടത്താൻ നമുക്ക് സാധിക്കണം. തൃശ്ശൂരിൽ റഫറണ്ടം നടത്തട്ടെ, നമുക്കും പ്രചരണം നടത്താം, അവരും പ്രചരണം നടത്താം. ഷോപ്പിംഗ് മോൾ വരണോ, സിനിമാശാല വരണോ, അതോ മനുഷ്യർക്കെല്ലാം സ്വസ്ഥമായി പോയി ഇരിക്കാനും കാക്കയ്ക്കും കിളികൾക്കും എല്ലാം വിഹരിക്കാനും കഴിയുന്ന ഒരു സുന്ദരമായ ദേശമായി മാറണോ എന്നതിനെക്കുറിച്ച് ജനങ്ങൾ വിധി എഴുതട്ടെ. നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ജനകീയമായ ഹിതമറിയാൻ. മുഖ്യമന്ത്രിയാകാനും പ്രധാനമന്ത്രിയാകാനും മാത്രം പോരല്ലോ നമ്മുടെ ജനഹിതം. ഇതുപോലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതാര്? അത് കോർപ്പറേഷൻ്റെ മേയർ എടുക്കണോ, ജില്ലാ കളക്ടർ എടുക്കണോ, മന്ത്രി എടുക്കണോ, മുഖ്യമന്ത്രി എടുക്കണോ, പ്രധാനമന്ത്രി എടുക്കണോ എന്നല്ല. ജനങ്ങളെടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ ഇവരെ കൊണ്ട് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുത്താൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ കൂടെ ചിന്തകൾ വരണമെന്നുള്ള അഭ്യർത്ഥനയോടെ നന്ദി, നമസ്കാരം.